സക്സസ്ഫുൾ ലൈഫിലുള്ള അലൈൻമെന്റ്സ് അത് നിർബന്ധമായിട്ട് നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമത്തെ ഒരു കാര്യം, പ്രൊഫഷണലി യു ആർ ദ ലീഡേഴ്സ്. നമ്മുടെ ലീഡേഴ്സ് അല്ലേ കൂടുതലുണ്ട് അല്ലേ? അപ്പൊ ലീഡർ എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് ഒരു കമ്പനിയിൽ, അത് കൃത്യമായ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ലീഡർഷിപ്പിലേക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് പറ്റുന്ന ഒന്നാമത്തെ ഏരിയ ഏതാ? നമ്പർ 1 അവർ മിസ്റ്റേക്ക് ഏരിയ ഏതാ? ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണ്? മിസ്റ്റേക്ക് നമ്പർ 1, നമ്മുടെ ലൈഫിൽ ഇല്ലാത്തൊരു സാധനമുണ്ട്, ലാക്ക് ഓഫ് ഡിസിപ്ലിൻ. ലാക്ക് ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ആദ്യം നിർബന്ധമായിട്ടുണ്ടാവണം. ഇതില്ലാതെ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളിൽ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡിസിപ്ലിൻ വേണം. 2 കാര്യങ്ങൾ ന്യൂമറിക്കൽ അല്ലാത്ത 2 കാര്യങ്ങളുണ്ട്. ആദ്യത്തെ 2 കാര്യങ്ങളാണ് പറയാം. 1 ടൈമിന്റെ കാര്യത്തില്, 2 പണത്തിന്റെ കാര്യത്തിൽ. ഇതിൽ 2ൽ നമുക്ക് ഡിസിപ്ലിൻ നിർബന്ധം. 4 കാര്യങ്ങളാണ് നമുക്ക് ഡിസിപ്ലിൻ വേണ്ടത്. 1 പണത്തിന്റെ കാര്യം. ഈ 4 കാര്യത്തിൽ ഡിസിപ്ലിൻ ഇല്ലാത്തവൻ ജീവിതത്തിൽ രക്ഷപ്പെടില്ല. ലൈഫിൽ സക്സസ്ഫുൾ ആവണം, 4 കാര്യത്തിൽ ഡിസിപ്ലിൻ വേണം. 1 ടൈം, 2 പണം. ഈ 2 കാര്യങ്ങളിൽ ഡിസിപ്ലിൻ ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാം. മൂന്നാമത്തെ ഒരു കാര്യം, റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പിൽ ഒരു ഡിസിപ്ലിൻ നമ്മൾ കൊണ്ടുവരണം, ഇല്ലെങ്കിലോ ലൈഫ് കൊല്ലാത്ത. നാലാമത്തെ ഒരു കാര്യം പറയുന്നത് ഹെൽത്തിന്റെ കാര്യത്തിലാണ്. ഹെൽത്തിന്റെ കാര്യത്തിൽ ഈ 4 കാര്യങ്ങളിലും ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാള് ലൈഫിൽ ഒരു കാരണവശാലും, കുറെ കാലം നമ്മളിങ്ങനെ ജോലിയൊക്കെ എടുക്കും, ഗൾഫിലൊക്കെ ആയിരിക്കും, കുഴപ്പമില്ലാത്ത ജോലി സംഗതിയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താണ്ടാവില്ല, നമ്മൾ വിചാരിച്ചിട്ട് സമാധാനം കിട്ടുന്നില്ല, സ്റ്റേബിലിറ്റി ആവണില്ല, എവിടെ എത്തുന്നില്ല. നമുക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ചെയ്യാം, എന്താ ഇങ്ങനെ ഒരു കുഴപ്പമില്ല. ഈ 4 കാര്യത്തിൽ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഒന്ന് ബാച്ച് ചെയ്ത് നോക്കി, ഇതിലാണ് നമുക്ക് പ്രശ്നമുള്ളത്. നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിന്റെ ഡിസിപ്ലിൻ ഉണ്ടാവില്ല. വാട്ട് ഇസ് ദ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു റൂട്ടീൻസും റൂൾസും നിങ്ങൾക്ക് ഉണ്ടാവും ഈ വിഷയം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു 10,000 രൂപ കിട്ടി, ഇൻകം കിട്ടി, സാലറി കിട്ടി കഴിഞ്ഞാൽ എത്ര രൂപ നിങ്ങളത് സേവ് ചെയ്യും, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യും, എത്ര രൂപ എക്സ്പെൻസ് ആക്കും? കറക്റ്റ് റൂൾസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാകുന്ന അർത്ഥം. കറക്റ്റ് രാവിലെ എല്ലാ ദിവസവും എണീറ്റ് കഴിഞ്ഞാൽ ഇത്ര സമയം എക്സസൈസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ആഴ്ചയിൽ 6 ദിവസം അങ്ങനത്തെ തീരുമാനം നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തിൽ ഡിസിപ്ലിൻ ഇല്ല. ഏത് സമയത്ത് ഉറങ്ങണം, എത്ര സമയം ഉറങ്ങണം, എങ്ങനെയാണ്, അതിനെ കുറിച്ച് ഡിസിപ്ലിൻ ഉണ്ടോ? ആ തീരുമാനം ഉണ്ടോ? ഇല്ല. അതിൽ ഡിസിപ്ലിൻ ഇല്ലാതെ. നിങ്ങളുടെ ബന്ധങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടോ? ഡിസിപ്ലിനോട് കൂടി കീപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതുമില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ലൈഫിൽ കുറെ കഴിയുമ്പോൾ ഇതിന്റെയൊക്കെ പേരിൽ ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ റൈറ്റ് നൗ ഇത് തീരുമാനിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൃത്യമായിട്ട് വേണ്ട ഡിസിപ്ലിൻ വേണ്ട 4 ഏരിയകളാണ് ഇതിൽ. ഇതൊരു റൂൾസ് നമുക്ക് ഉണ്ടാക്കണം. അതിനെ കൃത്യം ഞാൻ കഴിഞ്ഞ ഫസ്റ്റത്തെ സെക്ഷൻസിൽ പറഞ്ഞിരുന്നു. അതിൽ കേട്ട ആൾക്കാരുണ്ട്, അല്ലാത്തവരൊക്കെ പുതിയ ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ഫിനാൻഷ്യലി നമുക്ക് വേണ്ട ഡിസിപ്ലിൻ എന്ന് പറയുന്നത് 50-30-20 ആണ്. 50-30-20. എന്താണ് 50-30-20? നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് 50% എക്സ്പെൻസിലേക്കും 30% ഇൻവെസ്റ്റ്മെന്റിലേക്കും 20% സേവിങ്സിലേക്കും വേണം. സേവിങ്സിൽ നിന്ന് എടുത്തുകൊണ്ട് മാത്രമേ നമ്മുടെ ഗോൾസ്, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യം. എന്താ നമ്മുടെ സ്വപ്നം? ഒരു വീട് വാങ്ങേണ്ടി വരും, വാഹനം